നാടുചെട്ടിയ ഒരു മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ ശബരിമല സ്വർണ്ണക്കുള്ള അന്വേഷണം എവിടെയും എത്താതെ മരവിച്ചു പോകുന്നോ എന്ന് വിശ്വാസികൾക്കിടയിലെ ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ്. ആ സഭയിൽ കേട്ട പോറ്റിയെ കയറ്റിയ പാരടി ഗാനം, എന്തുകൊണ്ട് ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾക്കെതിരെ നടപടിയില്ല, അടൂർ പ്രകാശ്, സോണിയാഗാന്ധി തുടങ്ങിയ പൊളിറ്റിക്കൽ ആരോപണങ്ങൾ അരങ്ങു തകർക്കുമ്പോഴും കേസിന്റെ കോർ മേഖലയിൽ വിള്ളലെന്നാണ് ആശങ്ക. 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രത്തിന്റെ അസാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം, അടുത്ത കേസിൽ മിക്കവാറും ജാമ്യമെങ്കിൽ പുറത്തേക്കിറങ്ങലാണ്. മുരാരി ബാബു പുറത്തിറങ്ങി. ഇന്ന് SITക്ക് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന കണ്ടെത്തലിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ 50 നാൾ തികയും മുൻപേ ജാമ്യമാണ്. ഒരുപക്ഷെ ഇനി കാണാൻ പോകുന്നത് സകല പ്രതികളുടെയും മോചന ഘോഷയാത്ര. ആ ക്രൈം എന്തെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. തൊണ്ടി മുതൽ എവിടെയെന്ന് ഇപ്പോഴും അറിയില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളെ വേദനിപ്പിച്ച നാടിതുവരെ കാണാത്ത സംഘടിത കൊള്ളയിലെ അന്വേഷണം വല്ലാതെ ഇഴയുന്നത് SITയുടെ പിടിപ്പുകേടാണോ അതോ രാഷ്ട്രീയ സമ്മർദ്ദമാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ D സുരേഷ് കുമാർ, ശ്രീ രാജു പി നായർ, ശ്രീ P ശ്യാമരാജ്, ശ്രീ മഹേഷ് പണിക്കർ, ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ച ചെയ്തിരുന്നു. ആദ്യം ഞാൻ സുരേഷ് കുമാറിലേക്കാണ്. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഹൈക്കോടതിക്കെതിരെയാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അതിന് കാരണമായി പറഞ്ഞത് അന്വേഷിക്കുന്ന SIT എന്നാണ്. പക്ഷേ ആ SITയുടെ അന്വേഷണം മുടന്തുകയാണെന്നും അതിൽ സീരിയസ് ആയ വിശ്വാസത പ്രശ്നമുണ്ടെന്നും ഡിസംബർ 5-ന് ശേഷം അന്വേഷണ സ്തംഭനമാണെന്നും സ്വാഭാവിക ജാമ്യം കിട്ടുന്നത് ജനത്തിനിടയിൽ ആശങ്ക ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അതേ ഹൈക്കോടതി തന്നെയാണ്. ശ്രീ സുരേഷ് കുമാർ, പോറ്റിക്കടക്കം ജാമ്യം കിട്ടാൻ പോകുന്നു. തൊണ്ടി എവിടെയെന്ന് അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് SITയോട് ഇപ്പോഴും ഇത്രത്തോളം പൂർണ്ണമായ വിശ്വാസം? നോക്കൂ ഹാഷ്മി, SITയോട് ഞങ്ങൾക്കല്ല പൂർണ്ണമായ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. എൻ്റെയും സഹ പാനലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ആങ്കറിൻ്റെയും ഒന്നും വിശ്വാസത്തിന് ഇവിടെ പ്രസക്തിയേയില്ല. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ വിശ്വാസമാണ് SITയുടെ മേലുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് ഏതെങ്കിലും സന്ദർഭത്തിൽ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സീൽഡ് കവറിൽ റിപ്പോർട്ട് കൈമാറുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വൈകൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണ്? അവധാനതയില്ലാതെ ശരിയായ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് SITക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനും അറിയാം. അതുകൊണ്ടാണ്. അതല്ലാതെ ഇതിനെ നമുക്ക് രാഷ്ട്രീയമായി വളച്ചൊടിക്കാനോ നമ്മൾ കരുതുന്ന നിലയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന വിലയിരുത്തൽ നടത്താനോ ഈ സന്ദർഭത്തിൽ സാധ്യമാവുകയില്ല. സുരേഷ് കുമാർ, ഇവിടെ ദിസ് ഷോസ് സീരിയസ് ലാക്സിറ്റി ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ക്രൈം ആൻഡ് കാസ്റ്റ് ഷാഡോ ഓഫ് ഡൗട്ട് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഗുരുതരമായ വിശ്വാസ പ്രശ്നം ഈ അന്വേഷണത്തിലുണ്ട്. ഗുരുതരമായ സംശയത്തിന് നിഴലാണ് അന്വേഷണ സംഘം എന്നൊക്കെ പറഞ്ഞതും ഹൈക്കോടതി തന്നെയാണ് സുരേഷ് കുമാർ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന കോടതിയാണ് കുറ്റപത്രം വൈകുന്നതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദൈനംദിനം അതിൻ്റെ കേസിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇതുമായി നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ എവിഡൻസിൻ്റെ ലാപ്സിൽ, അതിൻ്റെ അഭാവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചാലുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്കും ഹാഷ്മിക്കും പ്രാഥമിക നിയമം അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ തന്നെ നിയമവിദഗ്ധർ അതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയും അത് മാധ്യമങ്ങളിലൂടെ വാർത്തയായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. ചില തെളിവുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭാവമടക്കമുള്ള കാര്യങ്ങൾ അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ എടുപിടി എന്നുള്ള നിലയിൽ ധൃതി പിടിച്ച് നമ്മളൊരു കുറ്റപത്രം സമർപ്പിച്ചാൽ അതുണ്ടാക്കുന്ന അനന്തരഫലമെന്ന് പറയുന്നത് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവധാനതയോട് കൂടിയിട്ടുള്ള ഒരു കുറ്റപത്രം, കൃത്യമായ തെളിവുകൾ മതിയല്ലോ. തൊണ്ടി മുതൽ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തിന്റെ ക്രൈം സ്വഭാവം എന്താണ്? ഈ ദ്വാരപാലക ശില്പങ്ങൾ അപ്പാടെ അടിച്ചുകൊണ്ട് മറിച്ച് വിറ്റോ അതോ അതിൽ നിന്ന് സ്വർണ്ണം മാത്രം ഇളക്കി വിറ്റോ എന്ന കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. അന്വേഷണം തുടങ്ങിയിട്ട് 4 മാസങ്ങളേറെയായി. ഇത് ബേസിക് കോർ നമുക്കിപ്പോഴും അറിയില്ല. അപ്പോൾ പിന്നെ SIT എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. നമ്മൾ SIT വിമർശിക്കുന്നത് ഈ പറഞ്ഞ ഹൈക്കോടതിക്കെതിരായ ഒരു വിമർശനമല്ല കേട്ടോ. ചുമ്മാ ധാരണയാണ്.
ഹാഷ്മി ഒരു മിനിറ്റ് അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ഇന്ന സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തിനകത്ത് കൃത്യമായി പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കണമെന്ന് നാം വാശി പിടിക്കരുത്. അത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇല്ല, നമ്മൾ വാശി പിടിക്കുന്നതല്ല സുരേഷ് കുമാർ. എരിവും പുളിയും ചേർക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിൽ ജാമ്യം നിഷേധിക്കുന്ന ഉത്തരവിൽ, അതായത് ജാമ്യം കിട്ടിപ്പോകുന്നതിന് 2 ദിവസം മുമ്പ് കോടതി പറഞ്ഞ എന്താണ്, ബെയിൽ ഈസ് ദ റൂൾ ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നൊക്കെയാണെങ്കിലും ഈ കേസിന്റെ ഗൗരവാവസ്ഥ കണക്കിലെടുത്ത് ഈ പ്രതികൾ പുറത്തേക്ക് പോയാൽ ഇവർ ഈ പത്മകുമാറിന്റെ കാര്യത്തിലടക്കമാണ് ഇവർ ഈ പറയുന്ന അന്വേഷണത്തിൽ ഇടപെട്ടുകൊണ്ട് തെളിവ് നശിപ്പിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ ഇടയാക്കും എന്ന മട്ടിൽ കോടതി പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് സ്വാഭാവികം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ കോടതിയുടെ ആ സംശയം അവിടെ നിൽപ്പുണ്ടല്ലോ, ഇവർ പുറത്തിറങ്ങിയാൽ അന്വേഷണത്തെ നാനാവിധമാക്കും എന്ന സംശയം കോടതി നമ്മുടെ സംശയമല്ല, ആ ആശങ്ക പറയുന്നതാണ് അവർ ജാമ്യം കിട്ടി പുറത്തു പോകുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഒരു വരി കൂടെ നമ്മൾ ഈ 2 പരാമർശങ്ങളെയും അല്ലെങ്കിൽ ഈ കോടതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയുടെ പരാമർശങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരത്തക്ക വിധത്തിൽ, അതായത് ഇത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശമാണ് എന്ന രൂപത്തിൽ ഈ പ്രേക്ഷകരോട് പറയരുത്. കാരണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് SITയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിലുണ്ടാകുന്ന ഈ വേഗതക്കുറവിനെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വളരെ കൃത്യമായിട്ടാണ് പോകുന്നത്. മതിയായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്ന കൃത്യമായ അറിവ്, ഇതെന്റെ ഊഹം മാത്രമാണ്, കൃത്യമായ അറിവ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ദേവസ്വം ബെഞ്ചാണെങ്കിലും സിംഗിൾ ബെഞ്ചാണെങ്കിലും ഹൈക്കോടതിയാണ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്താത്തത്. ശരി, ദേവസ്വം ബെഞ്ചാണെങ്കിലും സിംഗിൾ ബെഞ്ചാണെങ്കിലും അത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി പറയുന്ന പരാമർശങ്ങൾക്ക് ഒരേ ഗൗരവം തന്നെയാണ്. അതൊന്നിന് ഭയങ്കര ഗൗരവം, ഒന്നിന് ഗൗരവമില്ല എന്ന മട്ടിൽ വ്യാഖ്യാനിക്കല്ലേ. എല്ലാം കോടതി പറയുന്നതാണ്. സിംഗിൾ ബെഞ്ചിനും ബോധവും വിവരമുള്ള ജഡ്ജിയല്ലേ. ഇനി ഞാൻ സമയം ചോദിക്കില്ല. ഹൈക്കോടതിയുടെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ച് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകളാണ് പങ്കുവെക്കപ്പെടുന്നത്. അതാണ് മാധ്യമങ്ങൾ എക്സാഗ്രേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്വേഷണത്തെ ക്രിയാത്മകമായി പരിശോധിക്കുന്ന ദേവസ്വം ബെഞ്ച് യാതൊരു വിധത്തിലുള്ള ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പരാമർശവും SITക്കെതിരായി നടത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഓക്കെ എന്ന് പറയുമ്പോഴും ഈ പറയുന്നത് ഹൈക്കോടതി തന്നെയാണെന്നേ. ഹൈക്കോടതി ഒരു ബെഞ്ച് പറയുന്നത് ആനക്കാര്യവും ഒരു ബെഞ്ച് പറയുന്നത് ഒരു കഥയില്ലാത്ത കാര്യം എന്ന് പറയാൻ പറ്റുമോ? 2 പറയുന്നത് ഹൈക്കോടതിയാണ്. നമ്മൾ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശങ്ങൾ ഗുരുതരമായി ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ അന്വേഷണത്തിൽ ഗുരുതരമായ വിശ്വാസ പ്രശ്നമുണ്ടെന്നും സ്വാഭാവിക ജാമ്യം കിട്ടിപ്പോകുന്ന ജനങ്ങൾക്കിടയിൽ ഗുരുതരമായ സംശയം ഉണ്ടാക്കുമെന്നും കോടതി പറയുന്നത് പറയണ്ടേ? അത് പറയുന്നത് ഹൈക്കോടതി തന്നെയാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. രാജു പി നായർ ഇവിടെ കടകംപള്ളിക്കെതിരായ നിലപാടിൽ മലക്കം മറിഞ്ഞു വന്ന വാർത്ത വ്യാജമാണെന്നും തടയണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോകുന്നുണ്ട്. സഭയിലും പുറത്തും സമരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ കേസിന്റെ അവസ്ഥ എന്താണ്? ആ കേസ് നേരത്തെ പറഞ്ഞ പോലെ ക്രൈമിന്റെ സ്വഭാവം എന്താണെന്ന് പോലും അറിയാതെ സ്വാഭാവിക ചരമമാണോ എന്ന സംശയത്തിൽ കേസ് ബ്ലീഡിംഗ് ആണ്. രാജു പി നായർ അല്ല, അത് തന്നെയാണ് ഹാഷ്മി പറഞ്ഞു തന്നെയാണ് എൻ്റെ സംശയം. ഇത് യാതൊരുവിധ നീതിയും ലഭിക്കാതെ ഒരു സ്വാഭാവിക മരണത്തിലേക്ക് ഈ കേസ് പോകുമോ എന്ന് ആശങ്കപ്പെടേണ്ട അവസ്ഥയുണ്ട്. ഇപ്പൊ CPM ഈ പൊട്ടുകുത്തിയ ഹൈക്കോടതി ബെഞ്ച് അല്ലെങ്കിൽ പൊട്ടുകുത്താത്ത ബെഞ്ച് എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരാമർശം സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മേൽ സംശയം വീഴ്ത്തുന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാൻ കഴിയാത്തത് എന്നുള്ളത് അന്വേഷണത്തിന്റെ സമയത്ത് നമ്മൾ ബലം പിടിക്കാൻ പാടില്ല, നമ്മൾ ധൃതി പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതൊന്നും യാതൊരു സാങ്കത്യവുമില്ല. വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു കേസിൽ അത് വെറുതെ ഒരു മോഷണമല്ല, ക്ഷേത്രക്കൊള്ളയാണ്. അത്ര ഒരു ക്ഷേത്രക്കൊള്ള, നിങ്ങൾ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ക്ഷേത്രക്കൊള്ളയാണ്, ശബരിമല ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. അത്രയും ഗുരുതരമായിട്ടുള്ളൊരു കേസിൽ ഈ കുറ്റപത്രം കൊടുക്കാൻ ഇത്തരത്തിലുള്ള കാലതാമസം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ന് ഇതിന്റെ കിങ് പിൻസ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പത്മകുമാർ ഇതിന്റെ ഗൂഢാലോചനയുടെ ആസൂത്രകനാണല്ലോ. പത്മകുമാർ സംശയം വേണ്ടല്ലോ. കാരണം ഇദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന ഇനിയിപ്പോ പൊട്ടുകുത്തിയ SITയുടെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞല്ലോ ഈ ഉത്തരവ് സ്വന്തം കൈപ്പടയിൽ തിരുത്തിയതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ക്ഷേത്രക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് CPMന്റെ മുൻ MLA ആയിരുന്ന ശ്രീ പത്മകുമാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും വലിയ ഈ ഗൂഢാലോചനയിൽ ഏറ്റവും വലിയ പ്രതിയായിട്ടുള്ള കൊള്ളക്കാർ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ കഴിയുന്ന സാഹചര്യം, സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേസിന് എന്തു സംഭവിക്കും? നോക്കൂ, ഈ SIT ആദ്യം
ഈ ഉത്തരവിന്റെ ആസ്പദമായിട്ടുള്ള യോഗത്തിന്റെ മിനിറ്റ്സ് പോലും പിടിച്ചെടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഏറ്റവും ആദ്യം SIT ചെയ്യേണ്ട ഒന്നായിരുന്നല്ലോ. ആ ഉത്തരവാണ് ഇതിനെല്ലാം ഗൂഢാലോചന എന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഉത്തരവ്, ആ ഉത്തരവിന്റെ ഗൂഢാലോചന നടത്തിയ യോഗത്തിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ SIT ആദ്യം ചെയ്യണ്ടേ? പക്ഷെ അത് ചെയ്തില്ല. പിന്നീട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് നിങ്ങളത് പിടിച്ചെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തോണ്ട് വരികയായിരുന്നു. അപ്പൊ SIT ഈ അന്വേഷണത്തിന്റെ സമയത്ത് നടക്കുമ്പോഴെല്ലാം SIT ഇതിനകത്ത് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് നമ്മൾ കോടതിയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചു. അതിനിടയ്ക്ക് SITക്കകത്ത് ചില പ്രത്യേക താല്പര്യ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയതും ഈ ഏറ്റവും പ്രധാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് പുറത്തേക്ക് വരാതിരുന്നതും ആണല്ലോ. ആ പുറത്തേക്ക് വരാതെ ഒളിച്ചു വെച്ചത് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കിയത് നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോഴാണ് രണ്ടാമത് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ടും അത് ഒളിപ്പിച്ചു വെച്ചത് ഇല്ലേ? ഈ കഴിഞ്ഞ 24 ചോദ്യം ചെയ്ത് ഹാഷ്മി അറിഞ്ഞായിരുന്നോ? ഏതെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞായിരുന്നോ? കേരളത്തിലെ ഇവർ വിശ്വസിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, പൊട്ടുകുത്തിയ ദേവസ്വം ബെഞ്ച്, ആ ദേവസ്വം ബെഞ്ചാണല്ലോ പറഞ്ഞത് PS പ്രശാന്തിന്റെ സമയത്തുള്ളത് ദുരൂഹമാണ്, അന്വേഷിക്കപ്പെടണം. ഒരു വട്ടമാണോ? അല്ല, 2 വട്ടം. എന്നിട്ട് എന്തുകൊണ്ട് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? ഇതെല്ലാം സംശയം ഉണ്ടാക്കുന്നതാണ്. അതിനെയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഈ വ്യാജ കാര്യങ്ങൾ കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് സത്യം മാഞ്ഞു പോകുന്നതല്ല. ഇവര് അതിന് പകരം ഇതിനെല്ലാം ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ കണ്ടാണല്ലോ, ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാലും നാളെ അഡീഷണൽ ആയിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ പ്രൊവിഷൻ ഉണ്ടല്ലോ. ഇന്നൊരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റപത്രത്തിൽ നിന്ന് അടിവിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാൻ പറ്റാത്ത സാഹചര്യമൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി SIT എടുക്കേണ്ടിയിരുന്ന പ്രത്യേകമായ താല്പര്യം ഇതിനകത്ത് എടുത്തിട്ടില്ല. ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ഉൾപ്പെടെയുള്ള ഈ ഗൂഢാലോചനയുടെ മുഴുവൻ പ്രതികളും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? പിന്നെ ഹാഷ്മി ചോദിച്ച ഒരേ ചോദ്യം, ഇതിനകത്ത് എന്താ ഈ മോഷണം മുതൽ തൊണ്ടി ഇതുവരെ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ബാംഗ്ലൂർ അവിടെയോ പോയപ്പോ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സ്വർണം, ഉരുക്കിയ സ്വർണം, ആ ഉരുക്കിയ സ്വർണം ആണെന്ന് പറഞ്ഞ് SIT ഒരു കേസ് ഉണ്ടാക്കിയായിരുന്നു. അത് പിന്നീട് വിദഗ്ധർ തന്നെ പറഞ്ഞു അതൊരു കേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി SIT ചെയ്തൊരു കൗശലമാവാം എന്ന് പറഞ്ഞു. പക്ഷെ അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവും. ഈ ഇതിൽ നിന്ന് 1 കിലോ അല്ലെങ്കിൽ 4 കിലോ സ്വർണം ഉരുക്കാൻ വേണ്ടി നടത്തിയ കച്ചവടമാണിത് എന്ന് വലിയ ഗൂഢാലോചന. ഉറപ്പായും ഈ 476 സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടിയാണോ ദേവസ്വം ബോർഡുകളുടെ പിന്തുണയോട് ഇക്കണ്ട അക്രമം നടത്തി? ഒന്നും അല്ലല്ലോ, 476 ഗ്രാം ഒന്നും അല്ല. അതിന് പിന്നിൽ വലിയ പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ടിലേക്ക് എത്താൻ പക്ഷേ SITക്ക് പറ്റുന്നില്ലെന്നാണ് പ്രശ്നം. ഞാൻ അങ്ങനെ എത്താൻ രാജു പിന്നാർ ശ്യാംരാജ് ഇവിടെ ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആഷ്മി ഒരു 30 സെക്കൻഡ്, ആഷ്മി 30 സെക്കൻഡ്, 30 സെക്കൻഡ് അല്ല ആഷ്മി 30 സെക്കൻഡ്. ഹലോ പറയൂ ഹലോ പറഞ്ഞോളൂ. കട്ടായി പോയി. ഞാൻ ശ്രീ ശ്യാംരാജ് ഇവിടെ ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ 2 വ്യത്യസ്ത നിലപാട് പറയുന്നു എന്നൊരു കൗതുകം ഉറപ്പായും അതിലുണ്ട്. അത് ശ്രീ സുരേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രസക്തിയുണ്ട്. പക്ഷെ സിംഗിൾ ബെഞ്ചും ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഗുരുതരമായ വിശ്വാസം സംശയിക്കുന്നുണ്ട്. അത് സാധാരണ കേസല്ല. അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് പിന്തുണയിൽ ഓർഗനൈസ്ഡ് ആയി അടിച്ചുകൊണ്ട് പോയി എന്ന കേസാണ്. അത് കേവലം മാല പൊട്ടിച്ചുകൊണ്ട് വിറ്റു എന്ന കേസല്ലല്ലോ. ഇനിയും ഈ SIT ഗംഭീരം, ഹാൻഡ് പിക്ഡ് ഓഫീസേഴ്സ്, വലിയ ട്രാക്ക് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? SIT ഇരുട്ടിൽ തപ്പുന്നു. ശ്രീ ശ്യാംരാജ്, അത് പറയേണ്ട സമയമാ. ഹാഷ്മി, SIT ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളത് മാത്രമൊന്നുമല്ല, SIT ഇരുട്ടാക്കിയിട്ട് അതിനകത്ത് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കലാണ്. ഞങ്ങൾ ഈ അന്വേഷണം നടക്കുന്നതിൻ്റെ തുടക്കത്തിലെ നമ്മളടക്കമുള്ള ആളുകൾ ഇരുന്ന് ചർച്ചയിൽ ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ SITയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ തന്നെ അതിൽ ഈ സംസ്ഥാന സർക്കാരിന് ഇവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ടെന്നേ ഈ അന്വേഷണത്തിൻ്റെ തുടക്കകാലം മുതൽ ഞങ്ങൾ പറയുന്നതാണ്. നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വന്നിട്ട് എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ദേവസ്വം ബെഞ്ചിൻ്റെ പരാമർശമല്ലല്ലോ, സിംഗിൾ ബെഞ്ചിൻ്റെ പരാമർശമാണല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ സിംഗിൾ ബെഞ്ച് എന്താ ഹൈക്കോടതി അല്ലേ? ഇവരെന്ത് ന്യായീകരണമാണ് പറയുന്നത്? സിംഗിൾ ബെഞ്ച് എന്താ ഹൈക്കോടതി അല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ദേവസ്വം ബെഞ്ച് ആയിക്കോട്ടെ, സിംഗിൾ ബെഞ്ച് ആയിക്കോട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള അവസാനത്തെ പരാമർശം എന്താണെന്നേ? അവസാനത്തെ പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് ഈ പറഞ്ഞ കള്ളന്മാർക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം SIT ഉണ്ടാക്കി കൊടുത്തു എന്നല്ലേ?
അതിനുശേഷം ദേവസ്വം ബോർഡൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് തെറ്റാണെന്ന് ദേവസ്വം ബോർഡൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം നിൽക്കുന്നത് ആ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം തന്നെയാണെന്നേ. എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ ശബരിമലയിലെ വലിയ വൻ കൊള്ള നടത്തിയിട്ടുള്ള ഈ കള്ളന്മാർക്ക്, കൊള്ളക്കാർക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ SIT കൂട്ടുനിന്നു. ഇനി ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്ന അദ്ദേഹത്തിന്റെ വാദം അംഗീകരിച്ചെന്ന് തന്നെ വെച്ചു. അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുള്ള മുൻപത്തെ കാര്യങ്ങളൊക്കെ ശരിയാവേണ്ടി ഇവർ അംഗീകരിക്കുന്നുണ്ടോ? ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് തന്നെ അവരല്ലേ. വൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ടെന്ന് പറഞ്ഞ ദേവസ്വം ബെഞ്ചല്ലേ. വൻ സ്രാവുകൾ ആയിരിക്കാന്ന് ഇവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എന്തേ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാത്തത്? എന്തേ കടകംപള്ളി സുരേന്ദ്രനോട് അന്വേഷണം പോകാത്തത്? എന്തേ അദ്ദേഹം ഈ പോറ്റിയുടെ വീട്ടിൽ പോയിട്ട് കുട്ടിയുടെ പിറന്നാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞിട്ട് അന്വേഷണത്തിലോട്ട് നീങ്ങാഞ്ഞത്? ഇതൊന്നും നീങ്ങിയിട്ടില്ലാന്ന്. അവിടെ ഇത് സംഭവിക്കുന്നത് ദേവസ്വം ബെഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെഞ്ചോ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകുമ്പോഴത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കാനോ എന്ന പോലെ ചില നടപടികൾ എടുക്കുന്നു. നിങ്ങൾ എടുത്തു നോക്കിക്കോ. നിങ്ങൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റ് അറസ്റ്റ് നടന്നിട്ടുള്ളത്? ഇനി തന്ത്രി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ അടുത്ത അറസ്റ്റ് ചെയ്താൽ ഉണ്ടായിട്ടുള്ളത് എന്താ മന്ത്രിയിലോട്ട് എത്താത്തത്? ഈ പറയുന്ന നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോട്ട് എത്താൻ പറ്റാത്ത എന്താന്നേ? അപ്പൊ അതിന് പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ ഈ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്ന്, ആദ്യം അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കൂട്ടുനിൽക്കുന്നു, SIT കൂട്ടുനിൽക്കുന്നു. 2, മന്ത്രിയെ പോലെയുള്ള കടകംപള്ളിയെ പോലെയുള്ള ആളുകളിലേക്ക് ഇവർക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഈ ഒരു അന്വേഷണത്തെ, ഈ SITനെ ഈ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ടെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞ അക്ഷരം പ്രതി ഇപ്പം ശരിയായിട്ടില്ലേ? ഇപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് വളരെ കറക്റ്റാണ്. ഈ കേസ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചക്രശ്വാസം വലിക്കുകയാണ്, അതിൻ്റെ അവസാനത്തെ ശ്വാസം വലിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. മുമ്പോട്ട് കേസ് നീങ്ങുന്നതേ ഇല്ലാന്നേ. നാളെ എത്രയും നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ നിൽക്കുകയല്ല കാശ്മി. ഈ തൊണ്ടി മുതൽ എവിടെയാ? 2-3 ആയില്ലേ നമ്മൾ ചർച്ച ചെയ്ത്? തൊണ്ടി മുതൽ എവിടെയാ? അതെന്ത് ചെയ്തു? മാത്രമല്ല ഈ ക്രൈം എങ്ങനെയാണ് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ലെന്നേ. ഈ പറയുന്ന രീതിയിൽ ദ്വാരപാലക പാളികൾ കോടതി സംശയിച്ചതുപോലെ സുഭാഷ് കപൂർ മോഡൽ അപ്പാടെ കടത്തിയോ അതോ സ്വർണ്ണം ഉരുക്കിയതേ ഉള്ളോ തുടങ്ങിയ കാര്യത്തിൽ പോലും ബേസിക് ആയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. തൊണ്ടി മുതൽ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഈ കേസ് എങ്ങനെ നിൽക്കും എന്നാണ് പറയുന്നത്. എത്ര സ്വർണ്ണം? എന്തിനാ ഹാഷ്മി വ്യക്തതയുള്ളേ? എന്തിനാണ് വ്യക്തതയുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിൽ ഈ കള്ളന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ കയറിയിട്ട് പെരും കൊള്ള നടത്തിയിട്ട് അവരുടെ നേതാക്കന്മാർ പെരും കൊള്ള നടത്തിയിട്ട് അതിൽ ആ കേസിന് വ്യക്തത അവിടെ എന്ത് കാര്യത്തിലാണ് വ്യക്തതയുള്ളത്? ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിലെയോ വാതിൽപ്പാളിയിലെയോ മാത്രം സ്വർണ്ണമാണോ പോയിട്ടുള്ളത്? മറ്റിടങ്ങളിലെ സ്വർണം എവിടെയാണ്? ശബരിമലയിലെ മറ്റു സ്വത്ത് എവിടെയാണ്? ഇനി ഇവർ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച മുതൽ എവിടെയാണ്? അതെങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്? അതിൽ ആരൊക്കെയാണ് പ്രതികൾ? ഈ മന്ത്രിയും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിനൊന്നും ഉത്തരവില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞു, ഇപ്പോ വാജിവാഹനം അന്വേഷിക്കണം, അഷ്ടദിക്പാലകർ അന്വേഷിക്കണം, എല്ലാം അന്വേഷിക്കണം. പക്ഷെ അത് ബേസിക് കേസ് അവിടെ കിടക്കുക. ആദ്യം എടുത്ത ബേസിക് കേസിൽ ഒന്നും ആവാതെ പല വഴിക്ക് ചിതറിപ്പോയ കാര്യം നടക്കുമോ? ശ്രീ ജോർജ് ജോസഫ് ഇന്ന് ജാമ്യം കൊടുത്തുവിട്ട ശ്രീകുമാരൻ, ഞാൻ മഹേഷ് പണിക്കരെ കത്താവേ, ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഇന്ന് ജാമ്യം കൊടുത്തുവിട്ട ശ്രീകുമാരന്റെ കാര്യത്തിൽ കോടതി പറയുന്നത് പോറ്റിയുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും തെളിവില്ലെന്നാണ്. ആ കൊള്ളയിൽ എന്തെങ്കിലും പങ്ക് ശ്രീകുമാരൻ ഇല്ല എന്ന് പറഞ്ഞാണ് ജാമ്യം. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർ 50 ദിവസത്തിനകം അകത്ത് കിടന്നതിന് ആര് സമാധാനം പറയും? ഈ അന്വേഷണം SIT കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണോ? അതോ കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും എന്തോ ഒരു ദുരൂഹമായ കാറ്റുവീഴ്ച SITക്ക് ബാധിച്ചോ? ശ്രീ ജോർജ് ജോസഫ്. എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. കാരണം SITയുടെ അന്വേഷണം നമ്മൾ വിചാരിച്ചത് 90 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുക്കുമെന്നാണ്. ഇതിൻ്റെ ദുരൂഹത അങ്ങനെയാണ് ആ കേസിൻ്റെ. അതിൻ്റെ വളരെ അവധാനതയോടെ ഇനി പോകണം. ഏതായാലും SIT വിചാരിച്ചാലും ഹൈക്കോടതി വിചാരിച്ചാലും ഈ പ്രതികൾ എന്തായാലും ജാമ്യത്തിൽ പോകും, അതിന് യാതൊരു സംശയമില്ല. സ്വാഭാവിക ജാമ്യത്തിലോട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇതിനകത്തൊരു കൺഫ്യൂഷനുണ്ട്. ഞാൻ നേരത്തെ അതും തുടങ്ങി വെച്ചായിരുന്നു. കാരണം ഇതിനകത്ത് PC ആക്ടിൻ്റെ നിലവാരത്തിലേക്ക് ഈ കേസ് വന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ തന്നെ ഹാഷ്മി നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ശബരിമലയിലെ അവിടുത്തെ ഒരു മോഷണമല്ല. ജോർജ് ജോസഫ് ഇതിന്റെ വെരി ഫസ്റ്റ് ചർച്ചയിൽ തന്നെ ജോർജ് ജോസഫ് ആദ്യ ചർച്ചയിൽ ആ സംശയം പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇത് വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്ന സംശയം താങ്കൾ അന്ന് തന്നെ ഉന്നയിച്ചായിരുന്നു. ശരിയാണത്? അല്ല, അതിൻ്റെ കാരണം എന്നറിയോ? വിജിലൻസിൻ്റെ സെക്ഷൻ 7 സെക്ഷൻ 13 PC ആക്ടിനകത്ത് 2 സെക്ഷൻ, അതനുസരിച്ചാണ് നമ്മൾ ഈ കൈക്കൂലിക്കാരെ പിടിക്കുന്നത്. അവർ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കണം, ആയിക്കോട്ടെ. ആ സർക്കാർ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും കാര്യം നടത്താൻ വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങുന്നു, അതാണ് PC ആക്ട്.
ഇവിടെ അതല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമോപദേശം SITക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് PC ആക്ടിൻ്റെ കോടതിയിലല്ല വരേണ്ടത്. ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞാൽ 381 എന്ന് പറയും. നമ്മുടെ വീട്ടിലെ ഒരു സ്ഥാപനം, നമ്മളെ ആ വീട്ടുകാർ ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ വെളിയിൽ പോയിട്ട് വരും, ഇവൻ ഇടുന്ന സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ നമ്മുടെ എംപ്ലോയിയാണ് 381, 7 വർഷം ശിക്ഷ. അതാണല്ലോ ഇവിടെ നടന്നത്. ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവരെല്ലാവരും ഒരു സ്വർണത്തിൻ്റെ കൂമ്പാരങ്ങളും അവിടുത്തെ മുഴുവൻ സ്വത്തുക്കൾ ഏൽപ്പിച്ച് അവരവിടെ അടിച്ചു മാറ്റുന്നത് 381 ഉള്ളൂ. അവർ എംപ്ലോയിയാണ്, അവർ ഗവൺമെൻറ് സെർവൻ്റാണ്. അടിച്ചു മാറ്റിയില്ലേ 381 വരുള്ളൂ. പിന്നെ ഹൗസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 454, 487 ഇടാം, 120B ഇടാം. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. എനിക്കത് മനസ്സിലാകുന്നില്ല. വിജിലൻസ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. കാരണം കോടതിക്ക് അതല്ലേ നോക്കാൻ ഒക്കുള്ളൂ. ആ കോടതിയുടെ പരിധിയിൽ ആ കോടതിക്ക് വിജിലൻസ് അല്ലാതെ വേറൊരു അധികാരം ഉണ്ടോ? അധികാരം എനിക്കില്ല, ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതേപ്പറ്റി വിദഗ്ധമായ രീതിയിൽ SIT ഈ നിയമവശം പഠിക്കണം. ഇനി പിന്നെ SIT കുറ്റം പറയാനൊക്കില്ല. കാരണം അത് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 90 ദിവസം കൊണ്ട് അന്വേഷണം തീരുന്നതല്ല. കാരണം ഇത് 4 സ്റ്റേറ്റിനകത്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളത് ഇപ്പം വളരെ ക്ലിയറാണ്. പക്ഷേ അതിനകത്ത് പഴയ ഇരുന്ന ഫലകങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് പാളികളൊക്കെ അതേ പൂശിയിരുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ആയിക്കോട്ടെ, അതൊക്കെ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 90 ദിവസത്തിനകം കുറ്റചാർജ് കൊടുക്കാൻ പറ്റില്ല SITക്ക്. അതുകൊണ്ട് SIT വളരെ പതുക്കെ പോയിക്കോട്ടെ. അതിനകത്ത് ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തവരൊക്കെ 60 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസമോ കഴിഞ്ഞ് ജാമ്യത്തിൽ പോട്ടെ. കോടതിയൊക്കെ കുറേ കൺസെഷൻ കാണിച്ചിരിക്കുന്നു. കാരണം അല്ലെ 60 ദിവസം കഴിഞ്ഞപ്പോൾ മാൻഡേറ്ററി ആയിട്ട് അവർക്ക് ജാമ്യം കൊടുത്തല്ലേ പറ്റുള്ളൂ. 60 ദിവസം വരെയുള്ള ഇന്ത്യയിൽ അവർ കുറ്റം 10 വർഷത്തിനകത്തുള്ളവർ ശിക്ഷയുള്ള വരാനുള്ള സാധ്യതയുള്ളവർ 60 ദിവസം കഴിഞ്ഞ് ജാമ്യം കൊടുക്കും. 10 വർഷത്തിൽ കൂടുതൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റും ലൈഫ് ഇംപ്രിസ്മെൻറ്റും കൊടുക്കുന്നവർക്കാണ് 90 ദിവസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞപ്പോൾ പോലെ ഇവർക്ക് ജാമ്യം കിട്ടാൻ എലിജിബിൾ അല്ലേ. അതുകൊണ്ട് അതേപ്പറ്റി വറി ചെയ്യേണ്ട. നമുക്കിപ്പോൾ ഇതുവരെ അന്വേഷണത്തിൽ ഈ ചാനലുകാരും അതുപോലെ തന്നെ പത്രക്കാരും നാട്ടുകാരും എല്ലാം പറഞ്ഞവരൊക്കെ അറസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ചില ദേവസ്വം ബോർഡ് മന്ത്രിമാരുടെ കാര്യം, വേറെ 3-4 പേരുടെ കാര്യം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അറസ്റ്റങ്ങ് നടത്തി തീർക്ക്. അത് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് വളരെ സ്ലോയിൽ അന്വേഷണം പോയാൽ മതി. അല്ലെങ്കിൽ ഈ കേസിൻ്റെ 90 ദിവസം കൊണ്ട് എങ്ങും എത്തൂല. കാരണം എത്രയോ പ്രതികളുണ്ട്, അവർ എത്ര സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ എവിടെല്ലാം കിടക്കുന്നു, അത് അങ്ങനെ അവരുടെ വീടുകളിൽ എന്തുമാത്രം റെക്കോർഡ് എടുത്തിരിക്കുന്നു. ED ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്തുള്ള വിദേശയാത്രകൾ, അതിനകത്ത് വിദേശയാത്രയ്ക്ക് പോയ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതിനകത്ത് മന്ത്രിമാരുണ്ടെങ്കിൽ അവരെല്ലാം ബുക്കഡ് ആയിക്കൊള്ളും. കാരണം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ അവർ ഫ്രീസ് ചെയ്യും. അതുകൊണ്ട് ഈ ശബരിമലയിലെ കൊള്ള നടത്തിയവരെ തീർച്ചയായിട്ടും അവരുടെ സ്വത്തുക്കളൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പായി. കാരണം അത് ED ഫ്രീസ് ചെയ്തോളും. അതിലേക്കൊന്നും SIT പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. SIക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അത് ഈ കോടതിയിലെ നമുക്ക് വിജിലൻസ് കോടതിയിലോട്ട് അവിടുന്ന് ഫയല് മുഴുവൻ ഇവിടെ പത്തനംതിട്ട കോടതിയിലേക്ക് അതിനകത്ത് മാറ്റണമെന്നാണ് ഞാൻ പറയണത്. കാരണം അവിടെ ഇതുവരെയുള്ള നടപടികൾ ശരിയാണോ എന്ന് ഉന്നത തലത്തിൽ അന്വേഷിക്കണം. കാരണം അത് വിദഗ്ധരെ കൂടെ ഇരുത്തിക്കൊണ്ട് അത് അന്വേഷിച്ചിട്ട് ഇവരുടെ ട്രാക്ക് ശരിയായിരുന്നു, ആരാണ് ആ ഉപദേശം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു മോഷണമല്ലേ, 381 അല്ലേ, അവിടുത്തെ സ്റ്റാഫുകൾ മോട്ടിച്ചതല്ലേ. അതുകൊണ്ട് ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കട്ടെ എന്ന്. അതുകൊണ്ട് ഞാൻ തുടക്കം പോലെ പറയുന്നത് അതുകൊണ്ടാണ്. PC ആക്ടിന്റെ പരിധിയിൽ ഇത് വന്നാൽ തീർച്ചയായിട്ടും ഈ കേസുകളെല്ലാം വിട്ടുപോകും. താങ്കൾ ആദ്യ ചർച്ച താങ്കൾ പറയുന്നുണ്ട്, എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല, ഇപ്പോഴത് മനസ്സിലാവുകയും ചെയ്യുന്നു. ഞാൻ അങ്ങനെ എത്താം. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ ഈ പാളികൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ തന്നെയാണെന്ന് VSSC പരിശോധനാ ഫലം എന്നൊക്കെ ചില വാർത്തകളൊക്കെ കണ്ടു. അങ്ങനെയല്ല യഥാർത്ഥി. അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയം അതീവ ദുഷ്കരമാണ്. അത് ഒറിജിനലാണോ അല്ലയോ എന്ന് സ്ഥിരീകരിച്ച് പറയാൻ ഇപ്പോഴും VSSC കഴിയുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ശാസ്ത്രീയ പരിശോധന മെർക്കുറി, നിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിയൊക്കെ കോടതി സംശയിച്ചത് നേരത്തെ പറഞ്ഞ ഈ പാളികൾ ഡ്യൂപ്ലിക്കേറ്റാക്കി വെച്ചു എന്ന സംശയം ബലപ്പെടുന്നതാണെന്നാണ് കോടതി പോലും സംശയിച്ചത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ പ്രധാന കടമ്പ അതാണെന്നും കേൾക്കുന്നു. ശ്രീ മഹേഷ് പണിക്കർ, അന്വേഷണം കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു എന്നതല്ലാതെ ഇപ്പോഴും ഗ്രൗണ്ട് സീറോയിൽ തന്നെയാണ് എന്നത് വിശ്വാസികളെ വേദനിപ്പിക്കുന്നതാണ്. ശ്രീ മഹേഷ് പണിക്കർ. അതെ, ഇതിനകത്ത് ഈ പ്രധാനമായിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ആ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പോകുന്നതിനകത്ത് എന്തോ ഒരു അപാകതയുണ്ട്. ഇവർ മൊത്തത്തിൽ അത് ഉരുക്കിയിട്ട്, അതായത് വിജയമല്യ ചെയ്ത മെർക്കുറി വെച്ചിട്ട് പൂശിയ സ്വർണ്ണപ്പാളിയും
ഇദ്ദേഹം മറ്റേ നമ്മുടെ സഞ്ജീവ് ഭണ്ഡാരി അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ചെയ്തിരിക്കുന്ന നിക്കൽ കോട്ട് ചെയ്തിട്ട് നിക്കൽ ഡിപ്പിംഗ് എമേഴ്സൺ മെത്തേഡ് എന്ന് പറഞ്ഞ ആ മെത്തേഡിൽ ചെയ്തിരിക്കുന്ന സ്വർണ്ണത്തിൻ്റെ പാളിയും അപ്പാടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് ഈ 2 ചെമ്പ് പാളിയും ശുദ്ധമാക്കിയിട്ട്, അതായത് ചെമ്പിൻ്റെ മേളിലുള്ള മെർക്കുറിയും സ്വർണ്ണവും മാറ്റുക, മറ്റേ ഇപ്പം ചെയ്തിരിക്കുന്ന ചെമ്പിൻ്റെ മേളിലുള്ള നിക്കലും സ്വർണ്ണവും മാറ്റുക, വെറും പ്യുവർ ചെമ്പായിട്ട് എടുത്തിട്ട് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 2 ചെമ്പും ഒന്നല്ലെന്ന് തീർച്ചയായിട്ടും തെളിയിക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ചെമ്പ് എടുക്കുമ്പോൾ 99.9 പിന്നെ വരുന്നൊരു പെർസെൻറ്റേജ് ഉണ്ട്. ആ പെർസെൻറ്റേജിനകത്ത് ആസനൽ എന്നൊക്കെ പറഞ്ഞ കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. നമ്മൾ തന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ചെമ്പ് എടുത്ത് അമ്പലം പണിയാൻ എടുത്തു ഒരു ലോട്ട്, അടുത്ത ലോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരിക്കലും ആ ഇമ്പ്യൂരിറ്റീസ് മാച്ച് ആകത്തില്ല ഒരേപോലെ. പക്ഷേ ഒറ്റ ടൈം എടുക്കുന്നത് ഇത് 2 ടണ്ണോളം വിജയമല്ലി എടുത്തിരിക്കുന്നത്. ആ 2 ടണ്ണും ഒറ്റ ഇമ്പ്യൂരിറ്റി ആയിരിക്കും. അല്ലാതെ ഏത് കാലത്ത് ആഡ് ചെയ്താലും അതിനകത്ത് ആ ഇമ്പ്യൂരിറ്റിയുടെ വ്യത്യാസം വെച്ചിട്ട് ആ ചെമ്പ് പാളി 2 കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റും. കാര്യം അത്ര സ്പെസിഫിക് ആയിരിക്കും അതിൻ്റെ ആ ഇമ്പ്യൂരിറ്റിയുടെ അളവ്. അപ്പോൾ അവർ ആ രീതിയിൽ പോയിട്ടില്ല. എന്തുകൊണ്ടോ PSSC അതിൻ്റെ ടെക്നിക്കൽ ഇതുകൊണ്ടോ മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാമെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ദീർഘനാളായി പരിശോധനയിലിരിക്കുകയായിരുന്നു അത്. എന്നിട്ടും കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ അതിന്റെ പ്യുവർ ശാസ്ത്രീയ എന്ന് പറഞ്ഞാൽ പ്യുവർ സയന്റിഫിക് എന്താണോ, എത്ര നിക്കൽ കണ്ടന്റ്, എത്ര മെർക്കുറി കണ്ടന്റ് ഈ പാളിയിൽ അതില്ല, ആ പാളിയിൽ അതുണ്ട് എന്നൊക്കെയുള്ള ഒരുപക്ഷെ വായിച്ചാൽ അനുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്യുവർ സയന്റിഫിക് ഫൈൻഡിങ്സ് ആയിരുന്നു. അപ്പൊ എന്നിട്ട് അതിന് PSSCയോട് മൊഴിയെടുക്കാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുമ്പോഴേക്കും അങ്ങനെയുമാകാം ഇങ്ങനെയാകാം എന്ന മട്ടിലാണ് മൊഴി. അതിൽ സ്ഥിരീകരണം ഇല്ല യഥാർത്ഥി. മഹേഷ് പണിക്കർ അല്ല, അതാ കോപ്പർ മാത്രമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാകൂ. ഇവർ സ്വർണ്ണം ഉൾപ്പെടെയുള്ള കണ്ടന്റ്, അതായത് 2 പാളിയിലെയും സ്വർണവും ഉൾപ്പെടെയുള്ള അതിൻ്റെ കോട്ടിംഗ് മെത്തേഡിൻ്റെ കണ്ടന്റോട് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് ഈ പാളി സ്വർണ്ണത്തിൻ്റെ കണ്ടന്റ് അറിയാൻ വേണ്ടി ആ പരിശോധന ആവശ്യമാണ്. ആദ്യത്തെ പാളിയിൽ എത്ര കണ്ടന്റ്, 1 ഗ്രാമിനകത്ത് അല്ലെങ്കിൽ 1 സ്ക്വയർ ഫീറ്റിനകത്ത് എത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിയാനും രണ്ടാമത്തെ പാളിക്കകത്ത് അറിയാനും അത് പര്യാപ്തമാണ്. പക്ഷേ ഈ 2 ചെമ്പ് പാളിയും ശുദ്ധീകരിച്ചിട്ട് ആ ചെമ്പ് മാത്രമായിട്ട് ആ ചെമ്പിൻ്റെ കണ്ടന്റ് പരിശോധിച്ചാൽ മാത്രമേ ആ പാളി തന്നെയാണോ ഈ പാളി എന്ന് പറഞ്ഞാൽ 22 ഗേജാണ് 2 തകിടിൻ്റെ കനത്തി വ്യത്യാസം വരത്തില്ല. പക്ഷേ ഇതിൻ്റെ കണ്ടന്റിൻ്റെ ഇമ്പ്യൂരിറ്റീസിൻ്റെ വ്യത്യാസം വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ വിശ്വാസക്കൊള്ളയുമായിട്ട് പാളി പുറത്തു പോയിരിക്കുന്നതാണ്. ഇത് ആദ്യം ഹൈദരാബാദിലെ ഒരു ട്രാവലുണ്ട്, അവിടെ ഒരു നാഗേഷ് എന്നും പറഞ്ഞ ഒരുത്തൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. അപ്പം അതിലോട്ടൊക്കെ ആദ്യം വിജിലൻസ് പോയിരുന്നു, പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അതുപോലെ തന്നെ ശ്രീ ജയറാം ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ വെച്ചിട്ട് ഈ പൂജ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടും ആ വീടുകളിൽ വന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ആ പൂജ നടത്തിക്കുമ്പോൾ വന്നിരിക്കുന്നവർ ആരൊക്കെയാണ്, അവരൊക്കെയാണ് ഇത് മേടിച്ചിരിക്കുന്നത്. അവരിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അവരുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ എന്നുള്ള അന്വേഷണം പോയിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ തരണമെന്നുള്ള ഒരു പബ്ലിക് നോട്ടീസ്, ഒരു അവയർനെസ് നോട്ടീസ്, ഇന്നപോലെ ശബരിമലയിലെ ഇന്ന സാധനങ്ങൾ മോഷണം പോയിരിക്കുന്നു, ഇത് ആരുടെയും വീടുകളിൽ വെച്ച് വല്ല പൂജ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അയ്യപ്പ ഭക്തരാണ്, ഇതൊന്ന് ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ SITയോ അന്വേഷിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലുക്കൗട്ട് നോട്ടീസ് പറയുന്ന പോലത്തെ ഒരു നോട്ടീസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇറക്കി അത്ര സ്മാർട്ടായിട്ട് ഇതിൻ്റെ പിറകെ നടന്ന് ഇത് പിടിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇതിനകത്തെ ബോർഡിൻ്റെ റെക്കോർഡ്സിൽ എന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഓഫീസിലൊക്കെ ഇവർ വന്ന് അന്വേഷിക്കുന്നുണ്ട്. അവരുടെ എന്താ പറഞ്ഞ ഈ പണി നടക്കുന്നുണ്ട്. പക്ഷേ ആ പണി ആ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല പോകുന്നതെന്നുള്ളതാണ് എനിക്കൊരു വ്യസനമുള്ളത്. താങ്കൾ കരുതുന്നുണ്ടോ ആ റദ്ദത്തിൽ നിന്ന് കിട്ടിയ 476 ഗ്രാം സ്വർണം, അല്ലെങ്കിൽ ആ 476 ഗ്രാമിന് വേണ്ടിയാണ് ഇക്കണ്ട മാരകമായ വൃത്തികേടും തോന്നിയവാസവും അക്രമവും കാണിച്ച ഈ ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊരു പച്ചപ്പരവാർത്ത. അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. ഈ പറഞ്ഞ സ്വർണ്ണം എടുക്കാൻ ഇവർ ഈ പറഞ്ഞ പ്രഗത്ഭർ ഇത്രയും കോടിക്കണക്കിന് ഓരോ പൂട്ടിപ്പോകുന്ന സ്ഥാപനങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപ കൊണ്ട് കളഞ്ഞിട്ട് ആ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ടൈപ്പ് മഹാദേവതല്യരൊക്കെ ഇങ്ങനത്തെ ഒരു 400 ഗ്രാമിന് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടൊരു കാര്യങ്ങൾ ചെയ്യുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? 2.5 കോടിയോ 5 കോടിയോ 10 കോടിയോ ഒക്കെ പോയാൽ പോട്ടെന്ന് പറയുന്നവർക്ക് ഈ പറഞ്ഞ 400 ഗ്രാമിൻ്റെ 2 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ അവർ ചെയ്യുന്നത്? അവർ ഇതിനു വേണ്ടി മെനക്കെടും, വേണേൽ ഒരു കുറച്ച് അങ്ങോട്ട് കൊടുക്കത്തല്ലേ ഉള്ളൂ. അപ്പം ഇതല്ലെന്ന് ഇതിനകത്ത് ഇവിടെ എങ്ങാനും അറിയാതെ 2000 രൂപ പോയ ഉള്ളി പടപ്പ, അവിടാണ് 2.5 കോടി പോയത് ഒരു പ്രശ്നവും ഇല്ലാത്തത്. മഹേഷ് പണിക്കർ അല്ല, എനിക്ക് പരാതിയില്ലെന്നേ. അങ്ങനത്തെ ഞാൻ പറഞ്ഞ അതുപോലത്തെ എന്താ പറയുക, അത്ര നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തെ ധനമാണ് ഈ പറഞ്ഞ 2.5 കോടിയുടെ കഥയേ ഉള്ളൂ. അല്ലാതെ പണ്ട് കഥകൾ ഞാൻ ചെങ്ങന്നൂർക്കാരനാണ്, അതുകൊണ്ട് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പോപ്പുലറി 15 കോടി 20 കോടി അങ്ങനെ പല പൊട്ടിപ്പോയ സ്ഥാപനങ്ങളിലൊക്കെയാണ് ഇവരിടുന്നത്. വ്യവസായമായ ബാങ്കുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിക്ഷേപമോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ അല്ല ചെയ്യുന്നത്. എല്ലാം ഇങ്ങനത്തെ കൊള്ളയാണ്. അയ്യപ്പൻ്റെ മുതലിനെ കൊള്ളയടിച്ചിട്ട് ആ സാധനങ്ങളാണ് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോയാൽ പോട്ടെ, അയ്യപ്പൻ്റെ അല്ലേ, എനിക്ക് എൻ്റെ അല്ലല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം. പക്ഷെ അതിലേക്ക് അന്വേഷണം കറക്റ്റായിട്ട് വിശ്വാസികൾ പറയും അയ്യപ്പന്റെ സ്വത്താണെങ്കിൽ അതിങ്ങനെ പൊട്ടിയും അല്ലാതെയും ഇത് അനുഭവയോഗ്യമാവില്ല. ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ ഒരു ചോറ് അത് വെച്ചുണ്ടാൻ പറ്റത്തില്ല, അതുറപ്പ്.
അല്ല അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അകത്ത് പോയി കിടക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം ഇല്ലാതെ അങ്ങനെ കിടക്കത്തില്ലല്ലോ. ഇപ്പം കാശ്മീർ അറിവിലേക്ക് കാലാകാലങ്ങളിൽ ശബരിമലയിലെ ആറാട്ട് നടന്നുകൊണ്ടിരുന്ന മിഥുനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിലാണ് അദ്ദേഹമാണ് അത് മാറ്റി വേറൊരു മാസത്തിലോട്ട് മാറ്റിയത്, മീനമാസത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് അദ്ദേഹം അകത്തൊക്കെ കയറുന്നത്. അപ്പോൾ അയ്യപ്പനും വിശ്വാസപരമായിട്ടൊക്കെ ആ ഒരു ചൈതന്യത്തിൻ്റെ ചില ശക്തികളൊക്കെ നമുക്ക് അവിടെ ദർശിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് ഈ പറഞ്ഞ പാളികളിലേക്ക് അന്വേഷണം ജയറാം ഉൾപ്പെടെയുള്ളവരെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യണം. എന്താ ഇത് കറക്റ്റായിട്ട് കിട്ടും അല്ലെ? എവിടെയൊക്കെയാണ് പൂജ നടന്നിരിക്കുന്നത്, ആ പൂജ നടന്ന സ്ഥലങ്ങളിലും ആ പൂജ അവരുടെ അറിവിലൊക്കെ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അത് അങ്ങോട്ട് ആ രീതിയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അത് പോകണം എത്രയും പെട്ടെന്ന്. അങ്ങനെ തന്നെ പോയി ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത രീതിയിൽ ഈ കേസ് അന്വേഷണം പോയി എല്ലാവരും പുറത്തിറങ്ങി ഇതൊന്നും തേച്ച് മാഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിലേക്ക് വലിയൊരു മുറിവായിരിക്കും. രാഷ്ട്രീയമൊക്കെ ഇപ്പം കഴിയും, ഇലക്ഷൻ ഇപ്പം കഴിയും, എന്നാലും ആ കോടാനുകോടി വിശ്വാസം അവിടെ നിൽക്കേണ്ടതാണ്. അപ്പം അതിന് നമ്മൾ ഈ ഉത്തരവാദപ്പെട്ട ആരാണോ ഇതിന് ഉത്തരവാദപ്പെട്ട, അതിപ്പോൾ രാഷ്ട്രീയക്കാരാണേലും തന്ത്രി അങ്ങനത്തെ ആൾക്കാരാണേലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കള്ളന്മാരാണേലും അതിനെല്ലാം പുറത്തു വരേണ്ട വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും SIT ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ ഫോക്കസ്ഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടും എങ്ങോട്ടുള്ള അന്വേഷണത്തിൻ്റെ ആ ഒരു ദിശാബോധം തെറ്റിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാര്യം അവർ ഈ പറഞ്ഞ ജയറാമിലേക്കും മറ്റേതിലേക്കും പോകാത്തതുകൊണ്ടാണ് തന്നെ ആ പൂജയുടെ ബേസ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് വലുതായിട്ട് പോയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് അവരെ അങ്ങോട്ട് പോകേണ്ടതാണ്. സുരേഷ് കുമാർ, ഇവിടെ അന്വേഷണം തുടങ്ങിയതിനിടയ്ക്ക് കുറേ അധികം വെളിപ്പെടുത്തൽ വന്നു. അതിലൊന്നായിരുന്നു വാജുവാഹനം. അഷ്ടദിക്പാലകർ ആ വാജുവാഹനം തുണ്ടി എന്ന് കരുതിക്കൊണ്ട് കോടതി കൊടുത്തു. അത് നേരത്തെ ഹൈക്കോടതിയുടെ അറിവോടെയാണ് തന്ത്രിക്ക് കൊടുത്തത് എന്നുള്ള ഉത്തരവുകൾ പുറത്തു വന്നു. അങ്ങനെ പലതും വന്നല്ലോ. അങ്ങനെ ഇക്കാലങ്ങളിൽ നമ്മൾ പലതും കണ്ടു. സുരേഷ് കുമാർ, അതൊന്നും അന്വേഷണത്തിന്റെ കോറല്ല. അന്വേഷണത്തിന്റെ കോറെന്താണ്? എടുത്ത കേസ് എന്താണ്? എടുത്ത കേസ് ദ്വാരപാലകരും കെട്ടിളപ്പാളിയും അതിനു മുമ്പ് വാതിലും എന്നുള്ള പ്രധാനപ്പെട്ട കേസാണ്. ഈ പറയുന്ന പലതിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ പാളിപ്പോയത് ഈ കേസിനെ ബാധിച്ചിട്ടുണ്ടാവുമോ സുരേഷ് കുമാർ? ഹാഷ്മി, ഞാൻ അതിന് മറുപടി പറയാം. അതിനു മുൻപ് ഒരു വരി ഇവിടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാൻ അവസരം തരണം. അതിലൊന്നെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയ ചർച്ചയുടെ ഒരു ഭാഗത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ രണ്ടാളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു ക്ലാരിഫിക്കേഷൻ ലൈൻ മാത്രമാണ്. അത് ഇപ്രകാരമാണ്: ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്, അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് SITയെ നിയന്ത്രിക്കുന്നതും SITയെ പരിശോധിക്കുന്നതും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ. അത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ട് പരിശോധിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു സന്ദർഭത്തിൽ പോലും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ സംബന്ധിച്ച് വിമർശനപരമായി SITയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ, പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തരുത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ പോയിന്റ് വിട്ടു. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളാണ് എനിക്ക് സത്യത്തിൽ വിരോധാഭാസം. അദ്ദേഹത്തിൻ്റെ ചില വാദഗതികളോട് എനിക്ക് തമാശ തോന്നുകയാണ്. കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ കൂടെയാണ് എന്നുള്ള വസ്തുത ഓർമ്മിക്കുക. ഒരൊറ്റ കാര്യം മാത്രം, അങ്ങനല്ല, ക്ഷേത്ര സ്വർണ്ണ കവർച്ചയല്ല. മുഖ്യമന്ത്രിയൊക്കെ എന്തിനാണ് ആ നറേറ്റീവ് കൊടുക്കുന്നത്? ഹൈക്കോടതിയുടെ വേറൊരു ബെഞ്ച് പറയുന്നു ഈ അന്വേഷണ സംഘത്തിന് പ്രശ്നമുണ്ടെന്ന് പറയുന്നു, അവർക്ക് വിശ്വാസ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ബെഞ്ച് പറയുന്ന മുകളിലേക്ക് എടുക്കണ്ടേ? അതെന്തിനാണ് ആ ഒരു പവിത്രമായ നറേറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാ? അല്ല അങ്ങനെയാണെങ്കിൽ വിമർശന വിധേയമായ ഒരു പരാമർശം പോലും SITയെ സംബന്ധിച്ച് നടത്താത്ത ദേവസ്വം ബെഞ്ചിന്റെ വിലയിരുത്തലും ഇവിടെ നമ്മൾ നമ്മുടെ ചർച്ചയിലേക്ക് ഉൾപ്പെടുത്തണ്ടേ? നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കണ്ടേ? ആ വിമർശനങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ടേ? ആ വിമർശനങ്ങൾ പറയുന്ന ഹൈക്കോടതി തന്നെയല്ലേ സുരേഷ് കുമാർ? അത് മുഖവിലേക്ക് എടുക്കണ്ടേ? ഇപ്പോ SIT കുറ്റം പറഞ്ഞാൽ അത് ഹൈക്കോടതി കുറ്റം പറയുകയാണ് എന്ന നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രശ്നം എന്താണ്? SIT വിമർശിച്ച് ഹൈക്കോടതി ബെഞ്ച് അവിടെ ഉണ്ട്, നിപ്പുണ്ട്. അതിന് ഒരു തരത്തിൽ എന്താണ് കുറഞ്ഞ ഗൗരവത്തിൽ കാണാൻ പറ്റാത്ത ബെഞ്ചാണ്. അല്ല, വിമർശിക്കാത്ത ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെയും അഭിപ്രായത്തെ മുഖവിലേക്ക് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും എടുക്കണം. വിമർശിക്കാത്ത ദേവസ്വം ബെഞ്ചിന്റെ അഭിപ്രായത്തെയും മുഖവിലേക്ക് എടുക്കണം. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കുറ്റപത്രം യഥാസമയം സമർപ്പിക്കാത്തതിലുള്ള വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതും നമ്മൾ പരിശോധിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞ കാര്യം മാത്രമല്ല, നിയമവിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ ഡീപ്പായി പറയാത്തതാണ്. ഹാഷ്മി തന്നെ ഒരു അവസരത്തിൽ പറഞ്ഞു VSSCയുടെ അന്വേഷണ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് പോകാത്തതാണ്. എന്നാൽ ഞാൻ ആ ഡിഫൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്നെ ആക്രമിക്കുന്നത്. അത് എനിക്ക് എടുക്കേണ്ടുന്ന ഡിഫൻസ് അല്ല. ഞാനിവിടെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു, മതിയായ തെളിവുകളുടെ അഭാവത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെങ്കിൽ ഭാവിയിൽ ഈ കേസ് പൊട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അത് തീരും.
അത് എനിക്കും ഹാഷ്മിക്കും പ്രാഥമിക നിയമം അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് സ്വർണ്ണ കവർച്ചയല്ല, അവിടെ നടന്നത് ക്ഷേത്രക്കൊള്ളയാണ്. ഞാനും അതേ രൂപത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുകയാണ്. കാരണം എന്താ അറിയാമോ, ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരം പൂശുന്നതിന് വേണ്ടി 4.5 കിലോ സ്വർണ്ണം മോഷ്ടിക്കപ്പെടുമ്പോൾ UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു ദേവസ്വം ബോർഡ് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ഈ ശർക്കര കുംഭകോണം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡ് നേതൃത്വം നൽകിയത്. അതേപോലെ തന്നെ പാത്രം വാങ്ങി കോടികളുടെ ബില്ല് ഹാജരാക്കി പണം വെട്ടിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അതിന് നേതൃത്വം നൽകിയത്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീ രാജു പി നായരെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കൊള്ളയെ സംബന്ധിച്ച്, ആ രുചിയെ സംബന്ധിച്ച് വളരെ അഭിരമിച്ച് വർത്തമാനം പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. BJPയുടെ പ്രതിനിധി ഒരു കാര്യം ഇവിടെ പറഞ്ഞു, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വീക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം മന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് തന്ത്രി കയറി വന്നു. അദ്ദേഹം അത് അപ്പാടെ വിഴുങ്ങി. 2004 തന്ത്രിയുടെ കൈപിടിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന വിവരം താങ്കൾ ബോധപൂർവ്വം മറയ്ക്കുന്നു. ഈ മറയ്ക്കുമ്പോൾ കൂട്ടിവെച്ച് വായിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെയുണ്ട്. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റെയ്ഡ് തന്ത്രിയുടെ വീട്ടിലുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJPയുടെ ജില്ലാ പ്രസിഡന്റ്, അന്ന് വരെ ഇതിനകത്ത് ഗൗരവത്തോടു കൂടി ഇടപെടാത്ത BJPയുടെ ജില്ലാ പ്രസിഡന്റ് സടകുടഞ്ഞെണീറ്റ് SIT എത്തുന്നതിന് മുൻപേ തന്ത്രിയുടെ വീട്ടിലെത്തിച്ചേർന്നു. വിമർശന വിധേയമായി പരിശോധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ. എന്തേ നമുക്കത് ഇത്തരത്തിൽ BJP ഒരു ഡിഫൻസ് എടുക്കുമ്പോൾ നമ്മൾ അതുകൂടെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. പോറ്റിയെ അവിടെ കയറ്റിയത് തന്ത്രിയാണ്. തന്ത്രി അറസ്റ്റിലായ വിവരം ഇവർ ബോധപൂർവ്വം മറച്ചു പിടിക്കുകയാണ്. തന്ത്രിയെ അല്ലെങ്കിൽ ഒരു നിരപരാധിയെ ഈ കേസിനകത്ത് ഉൾപ്പെടുത്തി എന്ന രൂപത്തിൽ പലപ്പോഴും വരുത്തി തീർക്കാൻ BJP പരിശ്രമിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ടങ് സ്ലിപ്പായി തന്ത്രി എന്ന വാക്ക് വീണ ഉടൻ തന്നെ അദ്ദേഹം വീണ അതേ നിമിഷത്തിൽ തന്നെ അതിനെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം കൂടെ കാണിച്ചു. ഇത് ആര് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നാലും CPMനെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമോ യാതൊരുവിധ ഭയപ്പാടിൻ്റെയും ആശങ്കയുടെയും കാര്യം ഇവിടെ ഇല്ല. ഇവിടെ ചില ആളുകളെ സംരക്ഷിക്കാനും ചില ആളുകൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരരുതെന്ന് ചാട്യം പിടിക്കുന്നതും കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികളാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ ശ്രീകുമാറിന്റെ പേരിൽ ഒരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് ശ്രീകുമാറിനെ ഇന്ന് ജാമ്യം കിട്ടി കേട്ടോ. പത്മകുമാറിന്റെ പേരിൽ കൃത്യമായ തെളിവുള്ളത് കാരണം പലയാവർത്തി ജാമ്യം സമർപ്പിക്കപ്പെട്ടിട്ടും അദ്ദേഹം അകത്ത് കിടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞത് എന്താണ്? പത്മകുമാറിന് ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടാൽ അന്വേഷണത്തെ അട്ടിമറിക്കും എന്നാണ് പരോക്ഷമായി കോടതി പറഞ്ഞത്. ഇപ്പോഴും പത്മകുമാറിനെതിരെ ഒരു അരക്കഴഞ്ഞ് നടപടിയെടുക്കാൻ പാർട്ടി ധൈര്യപ്പെട്ടിട്ടില്ല കേട്ടോ ശ്രീ സുരേഷ് കുമാർ. എന്നിട്ടാണ് നിങ്ങൾ ഈ ആരോ സംരക്ഷിക്കുന്ന ആരൊക്കെ പറഞ്ഞു. നിങ്ങളാ സംരക്ഷിക്കുന്നേ? ആരെയാ? അതിലെ പ്രതിയെ, ഗൂഢാലോചനക്കാരൻ എന്ന് സംശയമുള്ള പ്രതിയെ? കാശ്മി, ഇത്രയും സമയം കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഈ വാചക കസർത്ത് നടത്തുമ്പോൾ താങ്കൾ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് ചോദിച്ചില്ലല്ലോ. ഈ കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും 2 MPമാരും സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോയത് എന്തിന് എന്ന് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഹൈക്കമാൻഡോ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ കൂടെ പോയ ആന്റണിയോ അടൂർ പ്രകാശോ കൃത്യമായി കേരളത്തിലെ കേവലം മാധ്യമ പ്രവർത്തകർക്കെങ്കിലും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ നാളിതുവരെ തയ്യാറായിട്ടുണ്ടോ? ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കടന്നാക്രമിക്കുന്ന, അടച്ചാക്ഷേപിക്കുന്ന സമീപനമല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചത്? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ രാജു പി നായർ വളരെ പഴകി തേഞ്ഞ ഒരു ആരോപണം വീണ്ടും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ പ്രോംപ്റ്റ് ചെയ്തത്. 2 ഉദ്യോഗസ്ഥരെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ഉൾപ്പെടുത്തിയെന്നാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എടുത്ത് ദൂരെ കളഞ്ഞൊരു ആരോപണമാണ്. ആ കോടതിയുടെ മേൽനോട്ടത്തിലാണ് 2 ആളുകളെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ സംശയാലുക്കളായിട്ടുള്ള 2 ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതിന് മുതിരുമോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞതിന് പ്രസക്തി വരുന്നത്. ശ്രീ രാജു പി നായർ സംശയിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയല്ല, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെയാണ്. അതങ്ങനെയാണെന്ന് പറയാനുള്ള ആർജവവും നട്ടല്ലുറപ്പും ശ്രീ രാജു പി നായർ ഈ ഫ്ലോറിൽ വളഞ്ഞ് ഇൻഡയറക്റ്റായി. ശ്രീ രാജു പി നായർ എന്തൊക്കെ പറഞ്ഞാലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇന്റഗ്രിറ്റിയിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം ഈ അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് തന്നെ സർക്കാരല്ല, അത് കോടതിയാണ്. കണ്ണിൽ എണ്ണയൊഴിച്ചെന്ന മട്ടിൽ അത് കാത്തിരിക്കുന്നതും അതിൻ്റെ 11 എണ്ണം പറഞ്ഞ ഇടക്കാല ഉത്തരവുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ സംശയങ്ങളും ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഏത് രീതിയിൽ പോകണം എന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശ്രീ സുരേഷ് കുമാർ പറയുന്ന ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ തന്നെയും SITയെ സംശയിക്കുന്നത് ദേവസ്വം ബെഞ്ചിനെ സംശയിക്കുന്നത് പോലെ ആവുമോ ശ്രീ രാജു പി നായർ?
അല്ല, ശ്രീ സുരേഷ് കുമാർ CPI കാരനായതുകൊണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കൂടി ആയിരിക്കും എന്നുള്ള മുൻവിധിയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ഹൈക്കോടതിയൊക്കെ ഇത്രമാത്രം വലിയ വിശുദ്ധ പശുവായിട്ട് കണ്ടുകൊണ്ട് ഒരു സഹപാനലിസ്റ്റിനോട് നട്ടലിന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കൗതുകവും രസവും വിഷമവും ഒക്കെ തോന്നുകയാണ്. സുരേഷ് കുമാറിന് ഞാനൊരു കാര്യം പറയാം. SIT അല്ല ഹൈക്കോടതിയാണെങ്കിലും ഈ കേസിൽ സാമാന്യ ബുദ്ധിക്ക് തോന്നാത്ത രീതിയിലുള്ള അന്വേഷണവും അതിന്റെ കൺക്ലൂഷനും ഉണ്ടാവുന്നെങ്കിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെയും വിമർശിക്കും, ഒരു സംശയവും വേണ്ട. സുപ്രീം കോടതിയെയും വിമർശിക്കും. മനസ്സിലായില്ലേ? അതല്ലാതെ ഏതെങ്കിലും കോടതി എന്നൊക്കെ പറയുന്ന വിശുദ്ധ പശു എന്നുള്ളതൊന്നും ഞങ്ങൾ കോൺഗ്രസ്സുകാർക്കില്ല. ഞങ്ങൾ വിമർശിക്കേണ്ട വിധിയുണ്ടെങ്കിൽ അതിനെ വിമർശിക്കും. കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം എന്തോ പഴയ വെളിച്ചം പരത്തുന്നവർക്ക് ഓർമ്മയില്ല. അല്ല, അത് കഥ പറഞ്ഞത് മാറിപ്പോയി ഇപ്പൊ. അതെ, ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ കോടതി എന്നൊക്കെ പറഞ്ഞ ദൈവതുല്യമാണ്. നമുക്ക് സുരേഷ് കുമാറിന്റെ ഒക്കെ ആ ഒരു സംസാരിക്കുന്ന രീതി നോക്കൂ. ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞാൽ ദൈവതുല്യമാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടി എന്ത് ഇരട്ടത്താപ്പും കാണിക്കുന്നു. ഇതിനപ്പുറം വല്ല തെളിവിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം SITയും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നതും ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ഞങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് തോന്നാം. എന്താ സാമാന്യ ബുദ്ധി? ഈ പറയുന്ന ഈ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പവും ഉൾപ്പെടെ ഈ ഹൈക്കോടതിയുടെ 10-11 വിധിയിൽ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഈ SIT ഇതുവരെ ഇതിന്റെ ഒറിജിനൽ തേടി പോയിട്ടില്ല. 2019 അഴിച്ചുകൊണ്ടുപോയി 39 ദിവസം കൊണ്ട് അവിടെ കൊണ്ടുപോയല്ലോ. ഇത് പോയ വഴി ഏതാന്ന് കണ്ടുപിടിക്കാൻ SITക്ക് എന്താ താമസം? ഇത് ഇന്ത്യയിൽ നിന്ന് കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ SIT മുതിർന്നിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളുടെ സാമാന്യ ബുദ്ധിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അത് ഹൈക്കോടതി ചോദിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതില്ലെങ്കിൽ അന്ന് ഹൈക്കോടതിയെ ഞങ്ങൾ വിമർശിക്കും. എന്താ സംശയം? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ എന്താ സോണിയാഗാന്ധിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്റെ സുരേഷ് കുമാറെ, ഈ കള്ളത്തരം നടക്കുന്ന 2019 മോഷണം നടക്കുന്നത്, ഈ മോഷണം നടക്കുന്നതിന് മുമ്പ് പോയി സോണിയാഗാന്ധിക്ക് ഈ മോഷണം മുതൽ കൊടുക്കുവോ? നിങ്ങൾ ശിവൻകുട്ടിയുടെ തരത്തിലേക്ക് തഴന്താരല്ലേ? ദയവേത് ഈ അവിടെ അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വീകരിച്ചുകൊണ്ടെന്ന് താക്കോൽദാനം നടത്തിയ പിണറായി വിജയന്റെ കൈ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. മനസ്സിലായില്ലേ? പിന്നെ BJPയും CPIയും ഇതിനകത്തെല്ലാം ഒരുമിച്ചാണല്ലോ. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് BJPക്കാർ. നാണമുണ്ടോ? BJPക്കാര് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക്, മുക്ക ഓഫീസിലേക്ക് നടത്തി, കൽപ്പറ്റ ഓഫീസിലേക്ക് നടത്തി. എന്താണെന്നറിയോ? പ്രിയങ്ക ഗാന്ധി രാജിവെക്കണം. എന്തിന്? ഈ CPIന്റെ കള്ളത്തരത്തിന് കവർ ഫയർ കൊടുക്കുന്നത് BJPയാണ്. ഈ ശബരിമല കൊള്ളയിൽ എവിടെയെങ്കിലും ഒരു സമരം നടത്തിയത് ഇവർക്കറിയോ? ഇവർക്ക് അകത്ത് തന്നെ എന്തോ പ്രശ്നം ഉണ്ടായപ്പോ ഒരു സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു രാപ്പകൽ നാടകം കളിച്ചു. അല്ലാണ്ട് ഒരു സമരം പോലും ഇവർ നടത്തിയിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇത് രക്ഷിക്കാൻ നടക്കുന്നത്. എന്നിട്ട് കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. മനുഷ്യന് ബോധ്യപ്പെടാത്ത കള്ളക്കഥ. ഹാഷ്മിക്ക് അറിയാലോ, കഴിഞ്ഞ ദിവസം എന്താ വിളപ്പിൽ ശാല ഒരു ആശുപത്രിയിൽ നമ്മുടെ എല്ലാം കണ്ണിന് മുമ്പിൽ കണ്ടതാണ്. 1.5 മിനിറ്റോളം ആ മനുഷ്യൻ പ്രാണവായുവിന് വേണ്ടി നിലവിളിക്കുന്നത്, ഓടി പരവേശം കാണിക്കുന്നത് നമ്മൾ കണ്ടുകാണ്. എന്നിട്ട് എന്താ, കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുക. അതെന്തോ ഒരു സാഡിസ്റ്റിക് ആനന്ദം പോലെയാണ് ഈ ഗവൺമെന്റ്. താങ്കൾ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞോട്ടെ. അത് ഭയങ്കര സൈബർ ആക്രമണമാണ്. അപ്പൊ നമ്മുടെ ആരും പോട്ടെ, ആ മരിച്ചുപോയ ബിസ്മിയുടെ ഭാര്യയെ പോലും വെറുതെ വിടാത്ത സൈബർ വേട്ടയാണ്. അടുത്തിടെയാക്കുന്നത് കുറച്ച് പച്ചക്കള്ളങ്ങൾ. ആദ്യത്തെ കള്ളം എന്താണ്? എന്തോ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ശ്വാസം മുട്ടുമായിട്ട് പോയപ്പോൾ ഒരു ഫിസിഷ്യനെ പോയി കാണണം എന്ന് പറഞ്ഞു വിട്ടു, പോയില്ല. അതുകൊണ്ട് കുറ്റം മരിച്ചവന് എന്ന മട്ടിലാണ് ഈ സർക്കാർ PR പോലെ ചിലരുടെ മനുഷ്യവിരുദ്ധ നറേറ്റീവ്. യഥാർത്ഥം എന്താണ്? മരിക്കുന്നതിന് 2 ദിവസം മുൻപ് പോയി ശ്വാസം മുട്ട് എപ്പോഴും വരാറുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഭാര്യ പറയുന്നു ആദ്യമായാണ് വരുന്നത്. ഡോക്ടർ പറയുന്നു ഇനി ശ്വാസം മുട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും റെസ്പിറേറ്ററി മെഡിസിനെ കാണിക്കണമെന്ന് പറയുന്നു. രണ്ടാമത് ശ്വാസം മുട്ട് വരുന്നത് എപ്പോഴാ? ബിസ്മീർ മരിച്ച ആ രാത്രി. അന്ന് പാതിരാത്രി റെസ്പിറേറ്ററി മെഡിസിൻ എവിടാ എന്ന് അന്വേഷിച്ച് നടക്കണമായിരുന്നോ ആ പാവം? രണ്ടാമത്തേത് മെഡിക്കൽ കോളേജിലോട്ട് ഓക്സിജൻ സപ്പോർട്ടായി വിട്ടുവന്ന പച്ചക്കള്ളമാണ്. ഭാര്യ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയുന്നു. വീൽ ചെയറിൽ ഈ ബിസ്മീറിനെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ ആ ഓക്സിജൻ സപ്പോർട്ട് കള്ളം പൊളിയുമെന്ന് പറയുന്നുണ്ട് ഭാര്യ. മൂന്നാമത് ഈ ശ്വാസം മുട്ടുള്ളയാൾക്ക് CPR കൊടുക്കാനല്ല പറഞ്ഞത്, വായിൽ കൂടെ നുര വന്ന് ചുണ്ട് കറുത്ത് ബോധം പോയപ്പോഴാണ് CPR കൊടുക്കാൻ ഭാര്യ എംഡക്കാരിയാണ് അവിടെ, തീരെ ബോധമില്ലാത്ത ആളൊന്നുമല്ല. ഭാര്യ പറയുന്നത് കൊടുത്തില്ല. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് CPR കൊടുത്തില്ലെന്നാണ്. രാത്രി ആംബുലൻസിൽ ശ്വാസം മുട്ടി ബോധം പോയ ഒരാളുടെ കൂടെ ആരും കയറി പോവാതെ ഒറ്റയ്ക്ക് കയറ്റി വിടുക. ഒക്കെ പോട്ടെ, ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞ ആ വിശുദ്ധമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടില്ലേ, അത് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച ബിസ്മീറിന്റെ ഭാര്യ ഒരിക്കലെങ്കിലും വീണ ജോർജ് പോട്ടെ ആരെങ്കിലും വകുപ്പിലെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണ്? ഈ നിമിഷം അവർ ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കുക? 2-3 മിനിറ്റ് ഗ്രില്ല് അടച്ചുള്ളൂ എന്നാണ് ചോദ്യം.
ഇവിടെ ശ്വാസം മുട്ടി വരുന്ന മനുഷ്യൻ പ്രാഥമിക ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ 15 മണിക്കൂർ വേണമെന്നാണ് ഈ മണ്ടന്മാരുടെ ധാരണ. അനാസ്ഥയിൽ സിസ്റ്റം പിഴവിൽ ഒരു മനുഷ്യന് ജീവൻ പോയിട്ട് വൃത്തികേടും തെറിയും മനുഷ്യവിരുദ്ധയും കുഴച്ചു പറഞ്ഞ് ന്യായീകരിച്ച മറുപടിയാവോ? അല്ല രാജീവ് പിതാവ്, നമ്മുടെ വിഷയം അതല്ല, ഞാൻ സാന്ദർഭികം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല ഹാഷ്മി പറഞ്ഞതിന്റെ കറക്റ്റാണ്. അതിന് ക്രക്സ് ഇത് തന്നെയാണ്. ഈ സർക്കാർ പ്രതിരോധത്തിലാവുന്നിടത്തെല്ലാം കള്ളക്കഥകൾ മെനയുക എന്നുള്ളതാണ്. ആ കള്ളക്കഥകൾ മെനയുന്നത് ഈ സർക്കാരിന്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്നതാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രിക്ക് നിയമസഭയിൽ പറയാൻ കഴിയുന്ന മറുപടിയാണോ ആ വിഷ്വൽ കണ്ടാൽ? നമ്മൾ കണ്ടല്ലോ 1.5 മിനിറ്റോളം ആ മനുഷ്യൻ പ്രാണവായു കിട്ടാതെ പെടയുന്നത്. ഒരു ഡോക്ടർ, ഒരു നഴ്സ് അവിടെ ചെന്നിട്ടുണ്ടോ? അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണോ നമ്മൾ അതിൽ കണ്ടത്? എന്നിട്ടത് പറയും. ഇതേപോലെ തന്നെയാണ് ഈ ശബരിമല കൊളയുടെ പേരിൽ ഈ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ നടത്തുന്ന പ്രസ്താവന. അപ്പൊ ഇത്തരത്തിൽ ഇവർ ഈ ചർച്ചകളെ വഴിമാറ്റിക്കിട്ടുകൊണ്ട് പൊതുജനങ്ങളുടെ എന്താ പറയാ കൺമുന്നിൽ നിന്ന് ഈ വിഷയങ്ങളെ മാറ്റിക്കൊണ്ട് ഇതിനകത്ത് നിന്ന് പത്മകുമാറിനെയൊക്കെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. CPM പ്രതിയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായാലും SIT ഇപ്പൊ നിങ്ങൾക്ക് വിശുദ്ധ പശുവാണല്ലോ, ഹൈക്കോടതി വിശുദ്ധ പശുവാണല്ലോ. ഹൈക്കോടതി 2 പ്രാവശ്യം PS പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ 2019 ക്രമക്കേട് മറച്ചുവെക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തി. അതിന് അൺവാണ്ടഡ് ഹേസ്റ്റ് നടത്തി അവിടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് 2 പ്രാവശ്യം PS പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ ആ PS പ്രശാന്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത് ഒളിച്ചു വെക്കപ്പെടുന്നത്? എന്താ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് ഒളിച്ചു വെക്കപ്പെടുന്നത്? അപ്പോൾ നമ്മളൊക്കെ എന്ത് വേണേ പറയാം, എന്ത് വൃത്തിയോടും പറയാം, എന്ത് തോന്നിയോസം പറയാം. സൈബർ വേട്ടെന്ന പേര് നമുക്ക് ശീലമുള്ളതാണ്. അപ്പൊ ആ മരിച്ചുപോയ ആ മനുഷ്യനില്ല, ആ മനുഷ്യന്റെ ഭാര്യ കുറച്ച് ദിവസം ആയിട്ടല്ലേ ഉള്ളൂ, അതിനെങ്കിലും ഒന്ന് വെറുതെ ഇടവേള. ശ്യാംരാജ്, ഈ സോണിയാഗാന്ധിക്കൊന്നും ഈ ക്ഷേത്രക്കുള്ളിൽ ഒരു പങ്കുമില്ലെന്ന് ആരോപണം ഉന്നയിക്കുന്ന CPM-നും അറിയാം, ശ്രീ സുരേഷ് കുമാറിനും അറിയാം, CPM-നും അറിയാം, അത് സഭയിൽ ഉന്നയിക്കുന്നവർക്കും അറിയാം. അതൊരു രാഷ്ട്രീയ പ്രതിരോധമാണ്. അതല്ലാതെ സോണിയാഗാന്ധിക്കും അതിന്റെ കാലഘട്ടം വെച്ച് നോക്കിയാൽ പോലും ഏതെങ്കിലും തരത്തിൽ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെങ്കിൽ SIT ചുമ്മാതിരിക്കില്ലല്ലോ. അത് BJP പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പടി കൂടെ കിടന്ന് പ്രിയങ്കാ ഗാന്ധിക്കെതിരെയുള്ള പ്രതിഷേധം? ശ്രീ ശ്യാംരാജ്. ഹാഷ്മി, ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ കൂടെ തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ കേരളത്തിലെ മണലും പുറത്താണെങ്കിലും ഒക്കെ ചങ്ങാമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുമാണ്. ഇവിടെ സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ കാലഘട്ടത്തിലൊന്നും അല്ലെന്നേ. അത് 10-13 കൊല്ലം മുമ്പ് ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി പാർലമെന്റിൽ ഉന്നയിച്ച വിഷയമാണ്. CBI ഇടപെട്ടിട്ടുണ്ട് ഹാഷ്മി, ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. CBI ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഗണപതി എന്ന പേരിലുള്ള ഒരു പാനിക് ഷോപ്പ് ഉണ്ട്. പറയട്ടെ CBI ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമ്മർദ്ദം മൂലം ഇന്റർപോളിനോട് ചോദിച്ചേ ഹാഷ്മി നിൽക്കുന്നത്. ഹാഷ്മി സോണിയാഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്യല്ലേ, ഞാൻ പറയട്ടെ അങ്ങോട്ട്. സോണിയാഗാന്ധി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യല്ലേ, അത് കോൺഗ്രസ്സുകാരും ചെയ്തോളും. ഇവിടെ ഇന്റർപോളിനോട് CBI ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഇന്ത്യയിൽ ആ വിഷയത്തിൽ ആ കേസിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി, ഈ ഷോപ്പിന് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഇന്റർപോൾ പറഞ്ഞത്. ഇന്റർപോൾ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് കൊടുത്തത്. സുബ്രഹ്മണ്യ സ്വാമി ആരോപണം ഉന്നയിച്ചു, അത്രേ ഉള്ളൂ. CBI അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 2 മോഡി സർക്കാർ ഉണ്ടായില്ലേ? അല്ലല്ല, 2 മോഡി സർക്കാർ ഉണ്ടായില്ലേ? എന്താ അന്വേഷണം കണ്ടെത്താതെ? 2 മോഡി സർക്കാർ ഉണ്ട്. എന്താ കണ്ടെത്താൻ പറ്റാത്ത ശ്യാമരാജ്? വെറുതെ ഗൂഗിളിൽ കാണുന്ന കാര്യം രാഷ്ട്രീയത വിളിച്ച് പറയല്ലേ? ചുമ്മാ ഗൂഗിളിൽ തപ്പി ഗണപതിയുടെ കാര്യം പറയല്ലേ? അത് തെറ്റാണ്, വ്യാജമാണ്. നമ്മൾ ഗൂഗിളിൽ കാണുന്ന രാഷ്ട്രീയ നേതാവ് എടുത്ത് പറയല്ലേ? പറയാൻ സമ്മതിക്ക്. ഇന്റർപോൾ കൊടുക്കാത്തറിയോ? പറയട്ടെന്ന് പറയാൻ സമ്മതിക്കുന്ന അതായത് സോണിയ സിസ്റ്റർ ഇറ്റലിയിൽ അടിച്ചു കൊടുത്താൽ വരും ഗൂഗിളിൽ. ഇന്ത്യയിൽ ആ വിഷയത്തില് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ പറയട്ടെ ഹാഷ്മി, ഇന്ത്യയിൽ FIR രജിസ്റ്റർ ചെയ്യാത്തത് കാരണം ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞതാ. അതല്ലാതെ ഗണപതിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാത്തതല്ല. ഗണപതി എന്ന് പറഞ്ഞാൽ ആന്റിക് ഷോപ്പ് ഇറ്റലിയിൽ ഇല്ല എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. CBI അങ്ങനെ കണ്ടെത്തിയിട്ടുമില്ല. ഒരു ഗണപതി ഇല്ല, ഒരു ആന്റിക് ഷോപ്പ് അവിടെ ഒന്നുമില്ല. CBI അന്വേഷണം ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹാഷ്മി വക്കാലത്ത് പിടിക്കുന്ന ഹാഷ്മി
അല്ലയോ ശ്യാമരാജേ, നമ്മുടെ CBI എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസിയുടെ കഴിവിനെ കുറച്ച് കാണല്ലേ? ശരിയാണ്, ഇപ്പൊ കുറച്ചു നാളായിട്ട് CBI അന്വേഷിച്ച ഒരു കേസ് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, കാര്യം ശരിയാണ്. പക്ഷെ CBI എന്ന് പറയുന്ന പ്രീമിയർ ഏജൻസിയുടെ ആ കഴിവിനെ കുറച്ച് കാണല്ലേ? ഈ പറഞ്ഞ ഇറ്റലിയിലെ ഒരു ഷോപ്പിന്റെ വിവരം അറിയാൻ പറ്റാത്ത കഴിവിട്ടവരാണോ CBI? അങ്ങനെയാണോ ശ്യാമരാജ് വിചാരിക്കുന്നത്? പറയില്ല, ഇറ്റലിയിലെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇന്റർപോൾ പറഞ്ഞത്. എന്റെ ശ്യാമരാജ്, ഇറ്റലിയിലുള്ള ഒരു ഷോപ്പിന്റെ വിവരം എടുക്കാൻ കഴിവില്ലാത്തവരാണോ CBI എന്നാണോ ശ്യാമരാജ് കരുതുന്നത്? എന്നാണ് ഇന്റർപോൾ പറഞ്ഞത്. എന്റെ പൊന്നു ശ്യാമരാജ്, നമ്മുടെ CBI അങ്ങനെ വില കുറച്ച് കാണല്ലേ? ഇറ്റലിയിലല്ല, ലോകത്തെ ഏത് ഭാഗത്തുള്ള ഏത് കോണിലെ ഷോപ്പിന്റെ വിവരം എടുക്കാൻ കഴിവുള്ളവരാ CBI എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരു ഷോപ്പ് ഇല്ല എന്നല്ല ഇന്റർപോൾ പറഞ്ഞത്. അവിടെ അങ്ങനെ ഷോപ്പ് ഉണ്ടെങ്കിൽ ഈ വർഷത്തിനിടയിൽ CBI കണ്ടെത്തണ്ടേ? ശ്യാമരാജ്, ചുമ്മാ ഗൂഗിളിൽ കണ്ട കാര്യം മാത്രം വിളിച്ച് പറയല്ലേ? അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നമ്മുടെ വിഷയം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, അതിന്റെ വക്താവാണ്. ഗൂഗിളിൽ കണ്ട കാര്യം എടുത്ത് പറയല്ലേ? CBI അന്വേഷിച്ചു, ഈ പറയുന്ന ഒരു ഗണപതിയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ഒരു ആന്റിക് ഷോപ്പും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? ശരി സമയം നമുക്ക് എന്തായാലും ഒരു ദിവസം ഇരിക്കേണ്ടി വരും. കാര്യം അന്വേഷണം കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ വിഷയം പിന്നെ ഇരിക്കേണ്ടി വരും. നമുക്ക് അപ്പോൾ ഒരിക്കൽ കൂടി ഇരിക്കാൻ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഇടപെടുന്നത്. എൻകൗണ്ടർ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.